ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈ പുണ്യഭൂമിയിൽ എനിക്ക് വരാൻ സാധിച്ചതിനെ ഓർത്ത്, കാലുകുത്താൻ കഴിഞ്ഞതിനെ ഓർത്ത് ഞാൻ ഈശോപ്പയ്ക്കും അതുപോലെ തന്നെ അമ്മ മാതാവിനും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ വരുന്നത് എറണാകുളം ആലുവരാപ്പുഴ നീർക്കോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞങ്ങളുടെ ഇടവക സെൻറ്റ് ജോസഫ് നീർക്കോട് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ജോസഫ്, അമ്മയുടെ പേര് ജോസ്ഫിൻ. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഞാൻ നിയോഗമായിട്ട് വെച്ചത് അമ്മച്ചിയുടെ ഡിസ്കിന് കംപ്ലൈൻറ്റ് മാറാൻ വേണ്ടിയിട്ടായിരുന്നു. ബൾജ് ചെയ്ത് ഓപ്പറേഷൻ വേണമെന്നാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് ഞങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. അവിടെ ഉഴിച്ചിലും കാര്യങ്ങളും എല്ലാം ചെയ്തു. അപ്പോഴും ഞങ്ങൾക്ക് ഒരിതുപോലും ഞങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞുകുട്ടി എങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് വെച്ചത് അതുപോലെയായിരുന്നു എൻ്റെ അമ്മ. ഇരിക്കാനും നിൽക്കാനും നടക്കാനും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. മാതാവിൻ്റെ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും തേനും അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു എല്ലാ ദിവസവും. പ്രാർത്ഥനയും അതുപോലെ തന്നെ 5:30 മണിക്കത്തെ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും കൂടെ കൊണ്ടുപോയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മച്ചിക്ക് നല്ലൊരു രോഗസൗഖ്യമാണ് കിട്ടിയിരിക്കുന്നത്. അമ്മച്ചിക്കിപ്പോൾ എനിക്കൊരു 1.5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ അമ്മ തന്നെയാണ് നോക്കുന്നത്. അറിയാമല്ലോ, 1.5 വയസ്സെന്ന് പറയുമ്പോൾ ഓടിക്കളിക്കുന്ന ഒരു പ്രായം, എടുത്തു വെച്ച് നടക്കണം. അത്രയും ഒട്ടും പറ്റാത്ത അമ്മയ്ക്ക് അതുവരെ ഇപ്പോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിന് ഈശോപ്പയ്ക്കും അതുപോലെ തന്നെ അമ്മ മാതാവിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു ദുശീലം ഉണ്ടായിരുന്നു. 16 വർഷമായിട്ട് നല്ലൊരു മദ്യപാനിയായിരുന്നു. അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം സ്വിച്ചിട്ട പോലെ ആയിരുന്നു. അത് നിന്നു. ഇവിടെ നിന്ന് ഇറങ്ങി അതിൽ നിന്ന് പൂർണ്ണമായിട്ടും എനിക്ക് മാറാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇതുവരെയും ആ ഒരു ദുശീലത്തിലേക്ക് എനിക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ കുറേ കുറവുകളുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മാറ്റാൻ സാധിച്ചു. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാവരോടും നല്ല സ്നേഹത്തോടുകൂടെ പെരുമാറാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ആത്മാർത്ഥതയോടുകൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്. അവിടെ സ്റ്റിച്ചിങ്ങിനായിട്ട് ഒരാളെ ഒരു ബൂട്ടിക്കായിട്ടാണ് നടത്തുന്നത്. ഹിന്ദിക്കാരനെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് ഞാനൊരു നിയോഗത്തിൽ വെച്ചു. ഫസ്റ്റ് ഉടമ്പടിയിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഹിന്ദിക്കാരനെ വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതെനിക്ക് കിട്ടി. നല്ലൊരു ഡിസൈനർ ഷോപ്പായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. ഏത് മോഡൽ കൊടുത്താലും നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഞങ്ങൾക്ക് നൽകും. അതും ഞാൻ ഈ പറഞ്ഞ പോലെ അമ്മച്ചിയുടെ രോഗസൗഖ്യവും അതുപോലെ തന്നെ എൻ്റെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് ഈ ഡേറ്റ് എന്നറിയാതെ ഞാനും ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഞാനും വെച്ചു. ഏപ്രിൽ 12 അതായത് 2025 ഏപ്രിൽ 12 എൻ്റെ അമ്മ പള്ളിയിൽ പോകണം. ഞങ്ങളുടെ അടുത്ത് തന്നെ ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ നടന്നു പോകണം എന്നായിരുന്നു ആദ്യത്തെ എൻ്റെ നിയോഗം. ഡേറ്റ് ഇട്ട് വെച്ചപ്പോൾ അത് കഴിഞ്ഞ് ഇടവക പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കണം. അത് കഴിഞ്ഞാൽ ഈസ്റ്ററാണ്. 12-ാം തീയതി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ള രീതിയിലായിരുന്നു. ഞങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ അമ്മയ്ക്കും കഴിക്കാൻ പറ്റണം എന്നായിരുന്നു എൻ്റെ നിയോഗത്തിൽ വെച്ചത്. അത് കഴിഞ്ഞ് ഏപ്രിൽ 12 മുമ്പായിട്ട് ഞങ്ങൾക്കൊരു സ്റ്റിച്ചിങ് മാസ്റ്ററെ ഞങ്ങൾക്ക് കിട്ടണം എന്നായിരുന്നു. ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നുകൊണ്ടിരുന്നത് വെച്ചത് ഞങ്ങളുടെ കസിൻസ് ആയിരുന്നു. അവരൊരു ബുദ്ധിമുട്ട് പറഞ്ഞു. ബുദ്ധിമുട്ടായിട്ടല്ല, അവർക്ക് കിട്ടുന്ന വർക്ക് അവർക്ക് പെൻഡിങ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ വർക്ക് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതോടെ ടെൻഷനായി. ഞങ്ങൾക്കൊരു മാസ്റ്ററിനെ കിട്ടണം, ഒരു ബൂട്ടിക്കായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതായിരുന്നു. എൻ്റെ അമ്മ ഏപ്രിൽ 3-ാം തീയതി വ്യാഴാഴ്ച നടന്ന് ഞങ്ങളുടെ ഉണ്ണീശോ കപ്പേളയിൽ പോയി കുർബാന സ്വീകരിച്ചു. ഞാൻ അറിയുന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അമ്മ വീട്ടിൽ ഭയങ്കര ആക്റ്റീവ്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, നടക്കുന്നു, എൻ്റെ കുട്ടീനെ എടുക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മയ്ക്കൊന്ന് നടന്ന് പള്ളി പൊക്കൂടെ എന്ന് ചോദിച്ചു. എൻ്റെ വൈഫാണ് പറഞ്ഞത്,
അമ്മ വ്യാഴാഴ്ച പള്ളിയിൽ പോയി. നടന്ന് തന്നെയാണ് അമ്മ പള്ളിയിൽ പോയത്. ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ തന്നെ ഞാൻ നന്ദി പറഞ്ഞു ഈശോയ്ക്കും അമ്മ മാതാവിനും ഒത്തിരി നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തേതായിട്ട് വെച്ചത് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പോകണം എന്നായിരുന്നു. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒരുമിച്ച് സ്കൂട്ടറിന് പള്ളിയിൽ പോയി. അത് കഴിഞ്ഞ് അമ്മ അവിടെ നിന്നൊരു ഡിസിഷൻ എടുത്തു, ഞാൻ വീട്ടിലോട്ട് വരാം. 10 മിനിറ്റത്തെ നടപ്പുണ്ട് പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട്. അത് നടന്നു തന്നെയാണ് അമ്മ വന്നത്. ഒരു കുഴപ്പവും കൂടാതെ നല്ല സന്തോഷത്തോടു കൂടെ ഈ നിമിഷം വരെ അമ്മ അതുപോലെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇതുവരെ അമ്മച്ചിക്ക് വേറെ കുഴപ്പങ്ങളില്ല. അറിയാലോ, എൻ്റെ കുഞ്ഞു കുട്ടീനെ നോക്കുന്നതുകൊണ്ടിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതല്ലാതെ എൻ്റെ അമ്മച്ചിക്ക് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് സാധിച്ചത് പോലും, വണ്ടിയിൽ പോലും കയറാൻ പറ്റാത്ത അമ്മ ഇവിടെ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞതുകൊണ്ട് മാത്രമാണ്. അത് കഴിഞ്ഞ് ഏപ്രിൽ 12 എന്ന് പറയുന്ന ഡേറ്റ്, അത് അത്രയും വാല്യൂ ഉള്ളതാണ്. ഹിന്ദിക്കാരൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഈശോനോട് മാതാവിനോട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എനിക്കൊരു ഹിന്ദിക്കാരൻ എനിക്ക് വേണം, മാസ്റ്ററായിട്ടുള്ള, അതും നല്ല രീതിയിൽ തയ്ക്കുന്ന ഒരാളെ. ഇവിടുന്ന് പടി ഇറങ്ങുന്നതിന് മുന്നേ എനിക്ക് അതും കിട്ടി. അത് കിട്ടാനായിട്ടുള്ള കാര്യം, എൻ്റെ വൈഫ് ഒക്ടോബറിൽ ഡെലിവറി ആവുകയാണ്. ആ ടൈമിൽ ആ സമയത്താണ് ഞങ്ങളോട് ഈ ഒരു കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറയുന്നത്, സ്റ്റിച്ചിങ്ങിൻ്റെ ആൾ കിട്ടത്തില്ല, നിങ്ങൾ വേറെ ആളെ നോക്കണം എന്നൊക്കെ പറഞ്ഞത്. ടെൻഷനായിരുന്നു. ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾക്കൊരു ഹിന്ദിക്കാരൻ്റെ കോള് വന്നു. ആ സമയത്ത് ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട ഹിന്ദിക്കാരൻ, ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറയുന്നത് ഏപ്രിൽ 1 കൂടെയാണ് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇതിന് മുന്നേ 2025 ഒക്ടോബറിലാണ് ഞങ്ങൾക്കൊരു ഹിന്ദിക്കാരൻ്റെ ഫോൺ വരുന്നത്, നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിന് ആളെ വേണോ? ഞങ്ങൾ പറഞ്ഞു ഇത്രയും ബാധ്യത എടുത്ത് ഞങ്ങൾക്ക് വെക്കാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞു വേണ്ട. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിനായിട്ടുള്ള ഒരാളെ നോക്കാനായിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്, ഉടമ്പടി എടുത്തതിന് ശേഷം മാർച്ച് ലാസ്റ്റോടുകൂടിയാണ് ഞാനിവിടെ വന്നിട്ട് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാനിവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാർച്ച് 29 ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ വൈഫ് അത് നോക്കി, കോൺടാക്ട്സ് ലിസ്റ്റിൽ നോക്കി. അറിയാമല്ലോ, ഏകദേശം ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ മുതൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് നമുക്കത് ആ നമ്പർ കിട്ടാൻ ഒത്തിരി പ്രയാസമാണ്. ഒരു 5 മാസത്തിന് മുന്നേ നോക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് ആ കോൺടാക്ട് ലിൻസിൽ നിന്ന് ആ നമ്പർ ഞങ്ങൾക്ക് കിട്ടി. ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എന്നെ വൈഫ് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഹിന്ദിക്കാരൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടി എന്ന് പറഞ്ഞു. അതൊരു പോസിറ്റീവായിട്ട് ഞങ്ങളെടുത്തു. അതുകൂടാതെ അവരെ ഞങ്ങൾ വിളിച്ചു. ഏപ്രിൽ ഒരു 9-ാം തീയതി വേറൊരു ഹിന്ദിക്കാരൻ നമ്പർ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഞങ്ങൾ സംസാരിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് 12-ാം തീയതി തുടങ്ങാനുള്ളതാണ്, എപ്പോൾ വരാൻ പറ്റും എന്ന് ചോദിച്ചു. 10-ാം തീയതി ഇവിടെ വരാമെന്ന് പറഞ്ഞു. 11-ാം തീയതി കൺഫേം 10-ാം തീയതി കൺഫേം ചെയ്തു. 11-ാം തീയതി ഇവിടെ എത്തും. 12-ാം തീയതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ കറക്റ്റ് ഏപ്രിൽ 12-ന് വെഞ്ചിരിപ്പ് ബ്ലെസ് ചെയ്തു, സ്റ്റാർട്ടും ചെയ്തു. ഞങ്ങൾ ഇപ്പോൾ സ്റ്റിച്ചിങ് തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൂടാണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ജോലി ഇല്ലായിരുന്നു. അമ്മയ്ക്കും വൈഫും പ്രഗ്നൻ്റ് ആയ ഒരു സമയമായിരുന്നു. ആ സമയത്ത് എനിക്ക് ജോലിയില്ലാതെ ഞാനായിരുന്നു കട നോക്കിക്കൊണ്ടിരുന്നേച്ചത്. ആ സമയത്ത് വേറൊരു വരുമാനം എന്ന് പറയാനായിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. ഞാനൊരു റെയ്ബാൻ്റെ ഷോറൂമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നേച്ചത്. നല്ല സാലറിയോട് കൂടെയാണ്. അവിടെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഇതുപോലെ തന്നെ, മാതാവേ, എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് നിയോഗത്തിൽ വെച്ച കാര്യമല്ല, ഞാനിവിടെ അൾത്താരയിൽ വന്നിട്ടാണ് ഞാൻ പറയുന്നത്. സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഒരു ജോലി വേണം. അതും എനിക്ക് വേറൊരു ഷോപ്പിലേക്ക് എനിക്ക് വേണ്ട, ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സെയിം ഷോപ്പിലോട്ട് തന്നെ വേണം. അത് കിട്ടാൻ വളരെ പ്രയാസമാണ്. പക്ഷേ മാതാവിൻ്റെ മധ്യസ്ഥം പ്രകാരം എനിക്ക് അവിടെ തന്നെ എനിക്ക് ജോലി കിട്ടി. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്നേച്ച കുട്ടി എന്നെ വിളിച്ചു, ചേട്ടാ എവിടെയെങ്കിലും കയറിയോ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്ഥലത്തും കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, ഇങ്ങോട്ട് വരാനായിട്ട് താല്പര്യമുണ്ടോ?
എനിക്ക് വരാൻ താല്പര്യമുണ്ട്. അങ്ങനെ സാറായിട്ട് കോൺടാക്റ്റ് ചെയ്തു. ജൂൺ 16 മുതൽ എനിക്ക് അവിടെ വീണ്ടും ജോയിൻ ചെയ്യാൻ പറ്റി. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ജോലിയിൽ പോകുന്നു. റെയ്ബാൻ്റെ ഷോറൂമിൽ തന്നെ, സെയിം കമ്പനിയിൽ തന്നെ ജോലിക്കായിട്ട് ഞാൻ പോകുന്നു. പിന്നെ ആത്മീയമായിട്ട് വളരുവാനാണെങ്കിൽ ഉടമ്പടി എടുത്തതിൽ പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ട് സാധിക്കുന്നുണ്ട്, പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും. ആകെ ഒരു പനിയോ അങ്ങനെയുള്ള കയ്യിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് പള്ളിയിൽ പോകാതിരിക്കുന്നത്. ഈ ഒരു വർഷമായിട്ട് എനിക്ക് പള്ളിയിൽ എനിക്ക് പരിശുദ്ധ കുർബാന സ്ഥിരം കൈക്കൊള്ളുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ റോഡരികിൽ പോയിട്ടാണ്, എറണാകുളം സിറ്റിയിൽ തന്നെ പോയിട്ടാണ് ഞാൻ പോയി കൊടുക്കുന്നത്. അതുപോലെ തന്നെ പള്ളികളിൽ പത്രം ഉപേക്ഷിച്ച് പോകുന്നവരുടെ പത്രങ്ങൾ കളക്ട് ചെയ്ത് അതും ഞാൻ കൊടുത്തു പോകാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് വഴിയരികിൽ നിൽക്കുന്നവർക്ക് ഭക്ഷണം ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന സമയത്ത്, അതായത് പത്രം കൊടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചിട്ടുണ്ട്, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ. ആ സമയത്ത് പോലും പുഞ്ചിരിയോടുകൂടെയാണ് അത് സ്വീകരിച്ചത്. അതുപോലെ തന്നെ പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് വൃദ്ധസദനത്തിൽ പോയി അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും അവിടെ പോയി ക്ലീനിങ്ങും അവരായിട്ട് സന്തോഷത്തോടുകൂടെ സംസാരിക്കുവാനും എല്ലാം സാധിച്ചു. അതുകൂടാതെ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 1% എനിക്ക് പാവപ്പെട്ടവർക്കായിട്ട് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ എൻ്റെ മുന്നിൽ കൈ നീട്ടുന്നവർക്ക്, എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവത്തില്ല, ചിലപ്പോൾ 10 രൂപയായിരിക്കും, ആ 10 രൂപയാണെങ്കിലും സ്നേഹത്തോടു കൂടി അവർക്ക് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതെല്ലാം എനിക്ക് ലഭിച്ചത് ഈ പരിശുദ്ധമായ സ്ഥലത്ത് വന്നതിന് ശേഷമാണ്. ഇതിനു മുന്നേ എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് വളരെയേറെ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം സാധിച്ചത്. അതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊള്ളുന്നു.